ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വാട്സാപ്പ് എടുക്കാം. വാട്സാപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നിൻ്റെ ചിഹ്നമുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഗ്യാലറിയിൽ നിന്ന് വീഡിയോയോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിയിലായിട്ട് നമുക്ക് ഒരു ടൈമറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടൈമറിൻ്റെ ചിഹ്നം ഇവിടെ കാണിച്ചിട്ടുണ്ട് ആരോയിൽ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാവശ്യം കാണുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, അതായത് ഒരു മെസ്സേജ് അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ സെൻഡ് ബട്ടണെല്ലാം അമർത്തിയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിൽ സെൻഡിങ് ആവുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഫോണിൽ സാധാരണ നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യുന്ന പോലെയല്ല, നമുക്ക് സെൻഡ് ചെയ്താൽ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഏത് വീഡിയോ സെൻഡ് ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഫോണിൽ വീഡിയോ സെൻഡായി കഴിയുമ്പോൾ സെൻഡിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ സെൻഡായി റിസീവ് ചെയ്ത ആളുടെ വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ റിസീവ് ചെയ്ത ആളുടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റിസീവ് ചെയ്ത ആളുടെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും, റിസീവ് ചെയ്ത ആളുടെ വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുള്ളൂ. ആ ടൈമർ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം പ്ലേ ആവുള്ളൂ. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് വരും, അതായത് ഇങ്ങനൊരു മെസ്സേജ് വരും. അത് നമുക്ക് വായിച്ചു നോക്കുക. അതിനുശേഷം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അത് കാണാൻ പറ്റില്ല, ഓപ്പൺ എന്ന് പറഞ്ഞാൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.